പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൽ പ്രത്യേക നിയോഗം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. അപ്പോസ്തലൻ ഈ മണ്ണിൽ ചിന്തിയ രക്തത്തിന്റെ ശക്തി ഞങ്ങളുടെ സഭാത്മക ജീവിതത്തിൽ പടർന്ന് ഇനിയും കർത്താവിനെ അറിയിക്കുവാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനും സുവിശേഷ ജീവിതം കൊണ്ട് സാക്ഷ്യം വഹിക്കുവാനും അങ്ങയുടെ മക്കളെ നീ ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ നിന്റെ കുടുംബം ആശീർവദിക്കപ്പെടട്ടെ. നീ ഏത് കുടുംബത്തിൽ പ്രവേശിച്ചാലും ആ ഭവനത്തിന് സമാധാനം ആശംസിക്കണമെന്നുള്ള കർത്താവേ, നിന്റെ നാമത്തിൽ ഞാൻ ആശംസിക്കുന്ന സമാധാനം ഇതിൽ പങ്കെടുക്കുന്ന ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന ഓരോ മക്കളും അവരേത് ദാരുണമായ അവസ്ഥയായാലും ഈ സമാധാനത്തിന് അവകാശമാക്കാൻ പരിശുദ്ധ കൃപാസനത്താൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ നിനക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. ഈ കാര്യങ്ങളെല്ലാം നീ നൽകിയിട്ടുള്ള അനേകം അനുഗ്രഹങ്ങളുണ്ട് ഈശോയെ. നീ മാറ്റിയ ഒത്തിരി ജീവിത തടസ്സങ്ങളുണ്ട് കർത്താവേ. അതെല്ലാം നന്ദിയോടെ ഇപ്പോൾ ഞങ്ങൾ ഓർക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ദൈവശക്തിയാൽ അധ്വാന മേഖലകളിൽ ജീവസന്ധാരണത്തിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളിൽ ഒരെത്തും പിടിയും കിട്ടാത്ത എന്ത് ചെയ്യണമെന്ന് അറിയാൻ പോലെ പകച്ചു നിൽക്കുന്നവരെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഈ ഒറ്റ ആശീർവാദം കൊണ്ട് നിന്റെ ബന്ധങ്ങൾ അഴിഞ്ഞു മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ യാത്രകൾ, നിന്റെ ജോലികൾ, നീ ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, നിന്നെ മറ്റുള്ളവർ പഴി പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളും നിനക്ക് പരിഹരിക്കാൻ പറ്റാത്ത രീതിയിൽ നീ കുഴഞ്ഞു നിൽക്കുന്ന, അതോർക്കുമ്പോൾ ദീർഘനിശ്വാസം തോന്നുന്ന, അതോർക്കുമ്പോൾ ഉറക്കം വരുന്ന ഓരോ വിഷയങ്ങളുണ്ട്. ചില വിഷയങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് ഉറക്കം വരും, സങ്കടം വരും. അവിടെ പോയി ചാടിക്കൊടുത്തതല്ലേ, അങ്ങനെ ഒരു അവസ്ഥ ഇല്ലായിരുന്നെങ്കിൽ സമാധാനം ഉണ്ടായിരുന്നല്ലോ. പല കാല ചെയ്തുള്ള അപ്പോൾ ഓരോരോ വിഷയത്തിന് വേണ്ടി നമ്മൾ ഓരോരോ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കും. അപ്പോഴത് വളരെ ഉത്സാഹം തോന്നും, പിന്നീട് അത് വളരെ ബാധ്യതയായിട്ട് മാറും. ഇങ്ങനെയുള്ള ജാർഗൻസ്, ഛണ്ടികളെ
കർത്താവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോട്ടെ എന്ന് കൽപ്പിക്കുന്നു. അത് പരിഹരിക്കാൻ അത്യാവശ്യമാണെങ്കിൽ അത് പരിഹരിക്കാൻ ആവശ്യമായ കൃപ കർത്താവ് നിന്നിലേക്ക് ചൊരിയട്ടെ. കല്യാണം വർഷങ്ങൾ കഴിഞ്ഞിട്ട് കല്യാണം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവർ, വർഷങ്ങളായിട്ട് മക്കളില്ലാത്തവർ, ആ വിഷയം തന്നെ മറന്നിരിക്കുന്നവർ, ഇടക്കിടക്ക് വർക്കും ദീർഘനിശ്വാസം ജീവിതം തീർന്നു പോയെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് മനസ്സ് തണുത്തു പോകുന്നവർ, ആരെപ്പോനെ ചൂടാക്കുകയും വാടിപ്പോയി നനച്ചു കേൾപ്പിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിൻ്റെ വർഷം ഒരു ആത്മാവിൽ അഭിഷേകമായി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക മേഖലകളിലും ആരോഗ്യ മേഖലകളിലും ഏറെ ക്ലേശം അനുഭവിക്കുന്ന ഞങ്ങളുടെ മക്കളുടെ മേൽ ദൈവത്തിൻ്റെ കണ്ണ ചൊരിയണമെന്ന് മാതാവിൻ്റെ മധ്യസ്ഥയിൽ പ്രാർത്ഥിക്കുന്നു. കൃപാസ്ഥാനത്താലെ ജീവനുടെ പ്രത്യക്ഷയുടെ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ നിന്റെ യാത്രകൾ ആശ്രയിക്കപ്പെടട്ടെ, നിന്റെ ചിന്തകൾ ആശ്രയിക്കപ്പെടട്ടെ. നിന്റെ തീരുമാനം നടപ്പിൽ വരുത്താൻ ഇച്ഛാശക്തിയായ ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ഇന്ധനം കൊണ്ട് ശക്തിപ്പെടുത്തുകയും നീ ഇന്ന് അനുഭവിക്കുന്ന പ്രത്യേക പ്രതിസന്ധി, നിന്റെ കുടുംബം അനുഭവിക്കുന്ന പ്രത്യേക പ്രതിസന്ധി, നിന്റെ മക്കൾ അനുഭവിക്കുന്ന പ്രത്യേക പ്രതിസന്ധി, അഥവാ ചില മക്കൾ ഡിപ്രഷൻ ആയിരിക്കുന്നവരുണ്ട്, ചില മക്കൾ വീടുകളിൽ നിന്ന് ഇറങ്ങി ഒരു ജോലിക്ക് പോലും പോകാത്തവരുണ്ട്, ഒരു അടിയന്തരത്തിന് പോലും പോകാത്തവരുണ്ട്, വീട്ടിൽ തന്നെ കുത്തിക്കറങ്ങിയിരിക്കുന്ന ആൾക്കാരുണ്ട്. അവരെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ അഴിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥ അവരുടെ രോഗങ്ങൾ സുഖപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ വിദ്യാഭ്യാസ മേഖലകളിലെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന മേൽഗതിക്ക് വേണ്ടി ഉയർന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അഡ്മിഷൻ കിട്ടാതിരിക്കുകയും അവർക്ക് ഏത് സബ്ജക്റ്റ് എടുക്കുന്ന കോളേജിലേക്ക് വന്ന് കൺഫ്യൂഷൻ കൊണ്ട് പ്രാർത്ഥിക്കുന്ന മക്കളും അവരുടെ മാതാപിതാക്കന്മാരെ ഈ നിമിഷം ഞാൻ ആശീർവദിക്കുന്നു. നിങ്ങൾക്ക് 72 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ വിഷയത്തിന് ദൈവം തീരുമാനം എടുക്കട്ടെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഫയർ ഫിംഗർ സോക്ക് വിത്ത് പ്രഷ്യസ് ബ്ലഡ് ലോർഡ് ഇൻഫ്യൂസ് സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ്. മനസ്സിന് സുവിശേഷത്തിൻ്റെ ശക്തി. ഒത്തിരി പ്രാവശ്യം സന്തോഷത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് സെൻറ്റ് പീറ്ററും സെൻറ്റ് പോൾസും പലപ്പോഴും അതുപോലെ തന്നെ അപ്പോസ്തലൻ അല്ലെങ്കിൽ പോലും സെൻറ്റ് സെബാസ്റ്റ്യൻ, ഇവരൊക്കെ എന്നെ വല്ലാത്ത രീതിയിൽ എൻ്റെ ആധ്യാത്മികത എപ്പോഴും ഇങ്ങനെ സ്വാധീനിച്ചുള്ളതാണ്. ഞാൻ പൗലോസ് അപ്പോസ്തലനെ പഠിക്കുന്നത് പോലും സെൻറ്റ് തോമസിലൂടെയാണ്. അതെന്താണെന്നറിയാമോ, ഒരിക്കൽ ഞാനിങ്ങനെ സെൻറ്റ് തോമസിനെ പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് പറഞ്ഞപ്പോഴേ പരിശുദ്ധാത്മ പറഞ്ഞു ഈ പൗലോസ് ഇത് പറഞ്ഞിരിക്കുന്നത് സെൻറ്റ് തോമസിനെ കുറിച്ചാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തന്നെ ആര്യപ്പെട്ട് പൗലോസ് സെൻറ്റ് തോമസ് നമ്മൾ കണ്ടു കാണത്തില്ല, പക്ഷേ ട്രഡീഷൻ ബേസിൽ എന്തെങ്കിലും, അതായത് ഈ നമുക്കും പോയി അവനോട് മരിക്കാമെന്ന് പറഞ്ഞില്ലേ. യോഹന്നാന്റെ 11:16 ദിദിമോസ് എന്ന തോമസ് അപ്പോൾ ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ് അപ്പോൾ മറ്റു ശിഷ്യന്മാരോട് പറഞ്ഞു അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം. അപ്പൊ ഇതൊരു കോൺഷ്യസ് ആണ്. ശരിക്കും പാഷൻ കോൺഷ്യസ് കർത്താവിന് ഡെവലപ്പ് ചെയ്ത് വന്നായിരുന്നു. കർത്താവിൻ്റെ പീഡാസകനെ കുറിച്ച് കർത്താവിനൊരു ബോധം ഉണ്ടാകുമായിരുന്നു. ഇതുപോലെ തന്നെ സമാന്തരമായിട്ട് സെൻറ്റ് തോമസിന് ഒരു പാഷൻ കോൺഷ്യസ് ഉണ്ട്. എന്താണ്? ക്രിസ്തുവിൻ്റെ കൂടെ പോയാൽ സ്വാഭാവികമായിട്ട് സംഭവിക്കാവുന്ന സ്വാഭാവികമായ സമാപ്തിയാണ് എന്താണ്? സുവിശേഷത്തിന് വേണ്ടി സാക്ഷിയാവുക. ഇത് ആദിമസഭയെ ശരിക്കും പുളകം കൊള്ളിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വലിയ ദൂരങ്ങൾ സഞ്ചരിക്കാൻ തോമസിനെ പ്രേരിപ്പിച്ചതും തിരഞ്ഞെടുക്കപ്പെട്ടതും എല്ലാം ഈ ഇച്ഛാശക്തിയുടെ പിൻബലത്തിൽ ആദ്യം സഭയ്ക്കുണ്ടായിരുന്ന അപ്പോസ്തലിക വിശ്വാസാനുഭവമാണ്. എന്താ കാര്യം? പിന്നീട് ഇതിനെക്കുറിച്ചാണ് പൗലോസ് പറയണത്. പണ്ടിങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, എന്താണ്? നമുക്കും പോയി അവനോട് മരിക്കാമെന്ന്. എന്താ കാര്യം? അവനോടുകൂടി മരിക്കുന്നവരെ തിമോത്തി ബിഷപ്പാണല്ലോ. തിമോത്തി ബിഷപ്പിനോട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു കൊടുക്കുന്ന മാതൃക സെൻറ്റ് തോമസിൻ്റെ മാതൃകയാണ്. എന്താണ്? ബിഷപ്പ്മാരെന്ന് അന്നത്തെ ബിഷപ്പ്മാരെന്ന് പറയുമ്പോൾ, അതായത് ബിഷപ്പ്മാർ ആരായാലും ബിഷപ്പായെന്ന് കേട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ ആഫ്രിക്കയിലൊക്കെ നോക്കി അത് തന്നെ സംഭവം. ആദിമസഭയിലെ അവസ്ഥയാണ്. ബിഷപ്പാണെന്ന് പറഞ്ഞാൽ അവൻ എപ്പോഴായാലും അവന് ജീവൻ പോകും. അതുകൊണ്ട് എന്ത് പറ്റി? സ്കേപ്പ് ഗോട്ട് പോലെ സഭയ്ക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെട്ട ജീവിതത്തിൻ്റെ അടയാളമായിട്ടാണ് ചുവന്ന അരപ്പട്ട കെട്ടുന്നത്. ഇപ്പോൾ സെൻറ്റ് തോമസ് പൗലോസ് തിമോത്തിക്ക് ചുവന്ന അരപ്പട്ട കെട്ടുമ്പോൾ പറയണ ഒരു ഉപദേശമുണ്ട്. തിമോത്തി, ഇതെന്തിൻ്റെ അടയാളമാണെന്നറിയാവോ? നമ്മൾ അവനോടുകൂടെ സഹിച്ചെങ്കിൽ. പണ്ട് തോമസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? തോമസ് അപ്പോസ്തലനല്ല അത് പറഞ്ഞിരിക്കണത്, വേറെ ആരും പറഞ്ഞിട്ടില്ലല്ലോ. എന്താ? നമുക്കും പോയി അവനോടുകൂടെ മരിക്കാം. എന്താ കാര്യം? തോമസിന് അറിയാമായിരുന്നു അവനോട് മരിക്കുന്നവരെ അവനോടുകൂടെ നേടുവെന്ന്. അതാണ് ആ തോമസിൻ്റെ ഉപദേശമാണ് തിമോത്തിക്ക് പൗലോസ് അപ്പോസ്തലൻ ബിഷപ്പിന് അരപ്പട്ട കെട്ടുമ്പോൾ ഉപദേശമായി കൊടുക്കുന്നത്. ഭയങ്കരമാണ് ഈ വചനം. ഇതെല്ലാം രഹസ്യങ്ങളാണ് മക്കളെ. 2 തിമോത്തി
2:11. ഈ വചനം വിശ്വാസയോഗ്യം. തോമസ് അപ്പോസ്തലന്റെ ഈ വചനം വിശ്വാസയോഗ്യമാണ്. നാം അവനോട് കൂടെ മരിച്ചിട്ടുണ്ടെങ്കിൽ. തോമസ് അപ്പോസ്തലന്റെ വചനമാണല്ലേ ഇത്. ഏതാണത്? യോഹന്നാൻ 11:16. എന്താണ്? നമുക്കും പോയി അവരോട് മരിക്കാം. ആ വചനം വിശ്വാസയോഗ്യം എന്നാ പറയണത്. അപ്പൊ ആരുടെ വചനം വിശ്വാസയോഗ്യം? സെന്റ് തോമസിന്റെ വചനം വിശ്വാസയോഗ്യം. എന്താ കാര്യം? സെന്റ് തോമസിന് അറിയാമായിരുന്നു അവനോടുകൂടി മരിച്ചെങ്കിൽ അവനോടുകൂടി നേടുവെന്ന്. അതാണ് പൗലോസ് അപ്പോസ്തലൻ തിമോത്തിക്ക് കൊടുക്കുന്ന അഭിഷേക ഉപദേശം. ഇങ്ങോട്ട് വായിച്ചത്, നാം അവനോട് കൂടെ മരിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അവനോടുകൂടെ മരിച്ചിട്ടുണ്ടെങ്കിൽ അവനോട് കൂടെ ജീവിക്കും. അവനോടുകൂടി ജീവിക്കും. അപ്പൊ ജീവിക്കും എന്നുള്ളതല്ല പ്രാധാന്യം, മരണത്തിനല്ല പ്രാധാന്യം. മരണത്തിനല്ല പ്രാധാന്യം. ക്രിസ്തുവിലായിരിക്കുന്നവൻ ജീവിക്കും എന്നുള്ളതിനാണ് പ്രാധാന്യം, മരണത്തിനല്ല. മരണം ഒരു മാർഗമാണ്. ജീവിതം ഒരു ലക്ഷ്യം. ജീവിക്കുക എന്നുള്ളത്, നിത്യമായി ജീവിക്കുക എന്നുള്ള ലക്ഷ്യമാണ്. ആ ലക്ഷ്യം എല്ലാ അംഗങ്ങളിലും ശ്വാസനിശ്വാസങ്ങളിലും സൂക്ഷിച്ച അപ്പോസ്തലനാണ് സെന്റ് തോമസ്. എല്ലാ അഭിവാദനങ്ങളോടുകൂടി നിങ്ങൾക്ക് സെന്റ് തോമസിന് വിശുദ്ധ രക്തത്തിൻ്റെ അഭിവാദനം നൽകുമ്പോഴേ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ, ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ, മരിച്ച് ജീവിക്കാൻ പ്രത്യേക അഭിഷേകം കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദിവസം വല്ലാത്തൊരു ദിവസമാണ്. എല്ലാം ഓർക്കുകയും എന്തിനെ അതിജീവിക്കാനുള്ള അഗ്നി ആവഹിക്കുകയും ചെയ്യുന്ന അപ്പോസ്തലൻ്റെ അടിസ്ഥാനത്തിൽ പണിതുയർത്തപ്പെട്ട തിരുസഭയുടെ അംഗമാകാൻ ജീവിക്കാൻ കഴിഞ്ഞതിൽ നന്ദി പറഞ്ഞുകൊണ്ട് എതിരേൽക്കാം. എപ്പോഴും നീ മല്ലന്മാരെ കുറിച്ച് ചിന്തിക്കരുത്. എപ്പോഴും വിസ കിട്ടുമോ, വിസ തരാമെന്ന് പറഞ്ഞല്ല, ഏജൻറ്റ് പറ്റിക്കുമോ, അക്കോമഡേഷൻ കിട്ടുമോ, യൂണിവേഴ്സിറ്റി അക്കോമഡേഷൻ തരുമോ, യൂണിവേഴ്സിറ്റി അക്കോമഡേഷൻ തരണ സമയത്തിന് മുമ്പ് കോളേജ് തുറക്കുമോ, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നാൽ അനാക്കിൻ്റെ മല്ലന്മാരെ ഓർത്തിട്ട് ഇസ്രായേൽ ജനം ഭയന്ന് വിറച്ചതുപോലെ വിറക്കാനേ കൊള്ളത്തുള്ളൂ. അപ്പോൾ ആത്മബലം പോവും, ആത്മശക്തി പോവും. മറിച്ച് എന്താ ജോഷുവ ചെയ്തത്? ജനങ്ങൾ ഭയന്ന് വിറക്കുമ്പോൾ അവർ വസ്ത്രം കീറിയിട്ട് പറഞ്ഞു. എന്ത് പറഞ്ഞു? അത് വിശ്വസ്തയാണ്. ദൈവത്തിൻ്റെ വിശ്വസ്തയുടെ ചോദ്യം ചെയ്യുന്നവരല്ലേ ഈ ഭയന്ന് വിറക്കണത്. പറഞ്ഞ് കർത്താവ് നമുക്കത് ഏൽപ്പിച്ചു തരും. കൈയടിച്ച് ശ്വാസം പ്രഖ്യാപിക്കാനുള്ള വലിയ കൃപ ഇന്നത്തെ പ്രശ്നത്തില് ജോഷുവയ്ക്കാണ് ആത്മബലം ഉണ്ടായിരുന്നത്. ഈ ആത്മബലം എങ്ങനെ നേടിയെടുത്തതാണ്? മോശത്തിൽ ഇറങ്ങിപ്പോന്നിട്ടും കൂടാരം വിട്ടുപോകാതെ നൂഹിൻ്റെ മകൻ ജോഷുവ അവിടെ തന്നെ ഇരുന്ന് സ്ഥിരത കൊണ്ട് നേടിയതാണ്. സ്ഥിരത കൊണ്ടാണ് ആത്മബലം ഉണ്ടാക്കുന്നത്. മനസ്സിലായില്ലേ? നിങ്ങൾ അനാവശ്യമായിട്ട് ഒരിക്കലും ചിന്തിച്ച് നാശകൊടാലിയാക്കി ആൾക്കാരിങ്ങനെ നിങ്ങൾ ഓരോരുത്തരും സംസാരിക്കത്തില്ലേ? അങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾ ആരോടെ സംസാരിക്കണത്? വല്ല വായി നോക്കികളോടും പല്ല് തേക്കാത്തവരോടല്ലേ സംസാരിക്കണത് അല്ലേ? പള്ളി പോകാത്തവരോടും തമ്മിൽ കുറിച്ച് പറഞ്ഞ് വെള്ളം അടിക്കണവരോടൊക്കെ അല്ലേ നിങ്ങൾ സംസാരിക്കണത്? അവന്മാർ നിങ്ങൾക്ക് എന്ത് ഉപദേശം തരാനാണ്? ദൈവകൃപയുള്ളവരോട് സംസാരിക്കണം. പിന്നെ ദൈവകൃപയുള്ളവരോട് സംസാരിക്കുമ്പോഴും അത് അങ്ങനെ ആളെ കിട്ടിയില്ലെങ്കിൽ വചനത്തോട് സംസാരിക്കണം, വചനമെടുത്ത് വായിക്കണം. മനസ്സിലായില്ലേ? ഈ ഒരു കാലത്ത് നമ്മൾ ആത്മബലം പ്രാപിക്കുന്നത് അങ്ങനെയാണ്. അല്ലെങ്കിൽ ഓരോരുത്തർ ഓരോ കാര്യം പറയും. അവരോട് അവിടെ പോയിട്ട് അങ്ങനെയാണ്, മറ്റൊരു തിരിച്ചു പോന്ന്, അവരവിടെ നിന്ന് ആസ്ട്രേലിയക്ക് പോയി, ഇവർ ന്യൂസിലൻഡിലേക്ക് പോയി, അല്ലെങ്കിൽ ജപ്തി ഉടമ്പടി എടുത്ത ചില ആൾക്കാർക്ക് ജപ്തി ആയിപ്പോയി. ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഈ ആൾക്കാരോട് ആലോചന ചെയ്തതെന്ന് പറയണത്. കാര്യം അവരും നിങ്ങളും തമ്മിൽ വ്യത്യാസമില്ലേ? മനസ്സിലായ? മോശസും ജോഷുവയും തമ്മിൽ വ്യത്യാസമില്ലേ? അപ്പോൾ പിന്നെ എങ്ങനെയാണ് നിങ്ങളും അവരും തമ്മിൽ വ്യത്യാസമില്ലാത്തത്? അപ്പനാണ് അമ്മയെന്ന് പറഞ്ഞാലും മോശസിനേക്കാളും കേവനാണ് ജോഷുവ ആയത്. എന്ത് വെളിച്ചത്തിലാണ്? ഒറ്റ വെളിച്ചത്തിലാണ്. അല്ലാതെ ഹൊറേബിൽ തീ കത്തിച്ചിട്ട് നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് നാടകീയമായിട്ടല്ല ജോഷുവയുടെ ദൈവം വന്നത്. അവൻ കിട്ടിയ വിശ്വാസം ജീവിച്ചതിൻ്റെ പേരിലാണ്. കൈയിട്ടിച്ച് കർത്താവ് ഈ ജോഷുവയാണ് പിന്നീട് ഉടമ്പടിയുടെ വലിയ ദൈവിക പദ്ധതിയുടെ വാഗ്ദാനങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ ദൈവം ഉപകരണമാക്കണത്. നമുക്ക് ജോഷുവയുടെ 24-ാം അധ്യായം വായിച്ചിട്ട് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കാം. 24:13 വായിച്ച് വാഗ്ദാനത്തെക്കുറിച്ച് പറയണതാ. ജോഷുവ 24:13 നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമിയും, നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമിയും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും നിങ്ങൾക്ക് ഞാൻ തന്നു. നിങ്ങൾ ഇന്നിവിടെ വസിക്കുന്നു. നിങ്ങൾ നട്ടുവളർത്താത്ത മുന്തിരിത്തോട്ടത്തിന്റെയും ഒലിവ് തോട്ടത്തിന്റെയും ഫലം നിങ്ങൾ അനുഭവിക്കുന്നു. ഇത് കണ്ടല്ലേ? അതായത് ഉടമ്പടിയുടെ ഒരു വാഗ്ദാനം ഒന്നാണ്. എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതാണ് നിങ്ങൾ നട്ടുവളർത്താത്ത മുന്തിരിത്തോട്ടവും പണിയാത്ത പട്ടണങ്ങളും നിങ്ങൾക്ക്
ഞാൻ തന്നു. ഇപ്പം ഇന്നലെ ഇവിടെ ഒരു സാക്ഷി ഉണ്ടായി. സാക്ഷി ഇതാണ്, ഇവൾ മലയാളം മീഡിയമാണ്. ഇവളുടെ ഭർത്താവ്, ഇവർ കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോൾ ഇവളുടെ ഭർത്താവ് ഇവള് പറഞ്ഞു, നീ എൻ്റെ കൂടെ പോരെ, നമുക്ക് അവിടെ വല്ല ജോലിയും കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴേ ഇവൾ പറഞ്ഞു അത് പറ്റത്തില്ല, കാരണം ഞാനങ്ങനെ ചിന്തിച്ചിട്ടില്ലെന്നാണ് പറഞ്ഞത്. എന്നാൽ നല്ല സാക്ഷിയാണ്, കേൾക്കണം. ഞാനങ്ങനെ ചിന്തിച്ചിട്ടില്ല. എന്താ കാര്യം, ഞാൻ മലയാളമല്ലേ, മലയാളം MA ആണ്. അപ്പോൾ മലയാളം MA ആയത് കാരണം ഞാൻ ഇവിടെ എവിടെയെങ്കിലും വല്ല ടീച്ചിങ് പോസ്റ്റോ വല്ലതൊക്കെ അന്വേഷിച്ചാണ് ജീവിക്കാനാണ്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞായിരുന്നല്ല. അപ്പോൾ ഇവർ പറഞ്ഞ് ഞാനങ്ങനെ ചിന്തിച്ചിട്ടില്ല, ആലോചിച്ചിട്ട് പോലുമില്ല. എനിക്ക് ആലോചിക്കാതെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, അർഹതയില്ലാത്ത കൊണ്ടാണ്. അതാ സംഭവം. അവൾക്ക് പോകാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, അവൾക്ക് ഭർത്താവിനോട് പോയി ജീവിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ അർഹതയില്ല, മലയാളം MA ആണ്, അതുകൊണ്ട് അവൾ പോകത്തില്ല എന്ന് പറഞ്ഞ്. ഞാൻ പറയട്ടെ വരത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു നീ IELTS എഴുതി എന്ന് പറഞ്ഞു. അപ്പോൾ IELTS ഞാൻ എങ്ങനെ എഴുതും, എനിക്കതിനെക്കുറിച്ച് ഒരു പിടിപാടും ഇല്ലെന്ന് പറഞ്ഞു. ഞാനത് എൻ്റെ ഫോണറ്റിക്സ് മോശമാണ്, ഫിലോളജി മോശമാണ്, റൈറ്റിങ്സ് മോശമാണ്, എനിക്ക് പറ്റത്തില്ലെന്ന് ഇവിടിങ്ങനെ മാറുകയാണ്. അപ്പോൾ ഒരു ദിവസം സ്വന്തമായിട്ട് ഇച്ഛാശക്തി ഉണ്ടായി, പേടിയെല്ലാം മാറി, ഭയമെല്ലാം മാറി, ഉത്കണ്ഠ മാറി. എന്നാൽ IELTS എഴുതാം, ഒരു 5-6 പ്രാവശ്യം എഴുതുമ്പോൾ ചിലപ്പോൾ കിട്ടുമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് എഴുതാൻ തുടങ്ങി. എഴുതാൻ തുടങ്ങുമ്പോൾ തന്നെ ഭർത്താവും ഭാര്യയും കൂടി വന്ന് ഒരുമിച്ച് വന്ന് ഉടമ്പടി എടുത്ത് ഇവിടെ അങ്ങോട്ട് പോയപ്പോൾ തന്നെ ആലപ്പുഴ എത്തിയെന്ന് തോന്നുന്നു. അവിടെ എത്തി തന്നെ കൂട്ടുകാരൻ വിളിച്ചു, നിനക്കൊരു ജോലി ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ്. പക്ഷേ അങ്ങനെ വന്നപ്പോൾ അയാൾ വൈഫിനെ കുറിച്ച് സംസാരിച്ചു. അപ്പോൾ പെട്ടെന്ന് മനസ്സിലായത് മാതാവ് ഈ വിഷയം ഏറ്റെടുത്ത് നമുക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെ അവൾ പോയി IELTS എഴുതുകയും ഒറ്റയടിക്കത് പാസ്സായി. പ്രൈസ് ലോർഡ്. അതായത് ഓരോ മനുഷ്യർക്കും എന്തുമാത്രം കഷ്ടപ്പെടും. ഇംഗ്ലീഷ് തന്നെ കൃത്യമായിട്ട് കുഞ്ഞുനാൾ പോലും പഠിച്ചിട്ട് ആൾക്കാർക്ക് പോലും ചിലപ്പോൾ IELTS ഭയങ്കര പാടായിട്ട് വരും. അതായത് നിങ്ങൾ ഈ ഉടമ്പടിയിലൂടെ പ്രൊവിഷനാണത്. ഇത് ജോഷുവയിലൂടെയാണ് പറയണത്. നിങ്ങൾ പഠിക്കാത്ത വിഷയങ്ങൾ ഞാൻ നിന്നെ പഠിപ്പിക്കും. അതല്ലേ സംഭവം, അതല്ലേ 24:13. നിങ്ങൾ അധ്വാനിക്കാത്ത മുന്തിരിത്തോട്ടം ഞാൻ നിങ്ങൾക്ക് നൽകും, നിങ്ങൾ പണിയാത്ത പട്ടണങ്ങൾ ഞാൻ നിങ്ങൾക്ക് അവകാശമാക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താ, നിങ്ങൾ പഠിക്കാത്ത ഭാഷ, ചെയ്യാത്ത ജോലി. കർത്താവിനെ കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഈ ജോഷുവയോടാണ് ദൈവം ഉടമ്പടിയുടെ നിബന്ധനകളെക്കുറിച്ച് പറയണത്. മോസസിനേക്കാളും ഷാർപ്പായിട്ട് ഉടമ്പടിയുടെ നിബന്ധനകൾ പറയണത് അതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള നിബന്ധനകൾ, പ്രാക്ടിക്കൽ റെഗുലേഷൻസ് നൽകണത്. ഒരു വാഗ്ദാനം പ്രാപിക്കാൻ ആവശ്യമായ പ്രാക്ടിക്കൽ റെഗുലേഷൻസ്, അതായത് പ്രായോഗിക ചട്ടങ്ങൾ, നടപടിക്രമങ്ങൾ ദൈവം പറയണത് ആരോടാണ്? മോസസ് വിട്ടുപോന്നാലും വിട്ടുപോരാതെ കൂടാരത്തിൽ ഇരുന്ന നൂനിൻ്റെ മകൻ ജോഷുവയോടാണ്. അവൻ ആ പ്രാക്ടിക്കൽ റെഗുലേഷൻസ് നൽകണത് ജോഷുവ 24:14. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ജോഷുവ 24:14. ആകയാൽ കർത്താവിനെ ഭയപ്പെടുകയും ആത്മാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ അവിടുത്തെ സേവിക്കുകയും ചെയ്യുവിൻ. രണ്ട് കാര്യം വേണം. എന്താ വേണ്ടത്? ദൈവഭയം ഉണ്ടാണ്, ഓക്കെ. പക്ഷേ 2 കാര്യം വേണം. എന്താണ്? ആത്മാർത്ഥത. രണ്ടാമത്തെ എന്താണ്? വിശ്വസ്തത. ആത്മാർത്ഥത എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? ഇപ്പം ഞാനിവിടെ ഒരാഴ്ച ഇല്ലായിരുന്നു. ഇവിടെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ജനറൽ മാനേജറും അച്ഛനും കൂടി മറ്റുള്ള നമ്മുടെ സ്റ്റാഫ് എല്ലാം കൂടി ഒരു കംപ്ലയിൻറ്റ് ഞാൻ അതിൽ കേട്ടില്ല. എന്താണ് ഒരു കംപ്ലയിൻറ്റ് കേൾക്കണമല്ല? ഞാൻ ഉള്ളപ്പോൾ തന്നെ 10 കംപ്ലയിൻറ്റ് കേൾക്കണമാണ് ദിവസവും. ഒറ്റ കംപ്ലയിൻറ്റ് പോലും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. എന്താ കാര്യം? ഞാൻ ഇല്ലാത്ത സമയത്ത് ഞാൻ ഉള്ളതുപോലെ തന്നെ ആത്മാർത്ഥമായിട്ട് ഇവിടെയുള്ള പ്രവർത്തകർ കൃപാസനത്തിൻ്റെ ശുശ്രൂഷകളെ ഏറ്റെടുത്തതാണ്. ഇതിനാണ് ഈ ആത്മാർത്ഥത. അതായത് ആബ്സെൻസിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ആത്മാർത്ഥത അളക്കണത്. ആത്മാർത്ഥത അതായത് ആബ്സെൻസ്, നമ്മളില്ലാത്ത അവസ്ഥയിൽ എന്ത് സംഭവിക്കുന്നു. ഇപ്പോൾ ദൈവത്തിന് ഇല്ലാത്ത അവസ്ഥ നമുക്ക് തോന്നും. ഇപ്പോൾ വിമാനമൊക്കെ പറക്കുമ്പോൾ പെട്ടെന്ന് ആ സാധനം ബുക്ക് താഴെ തന്നെ കാണാം, പിന്നെ നേരെ പോകും. എന്താണ്? അത്ര എയർ പോക്കറ്റാണ് അവിടെ. അത്രയും സ്ഥലത്ത് എയർ ഇല്ല. എയർ ഇല്ലാത്ത കാരണം ഇപ്പോൾ ഞങ്ങളുടെ പറന്ന് നിന്നിട്ട് ടേന്ന് പറഞ്ഞിട്ട് അപ്പോൾ ബെൽറ്റൊക്കെ ഇടാൻ അവർ നമ്മളോട് പറയും. അത് നേരത്തെ അവർക്ക് എയർ പോക്കറ്റൊക്കെ അറിയാം അവർക്ക്. ബെൽറ്റൊക്കെ ഇടാന്ന് പറഞ്ഞാൽ നമ്മൾ ബെൽറ്റൊക്കെ ഇട്ട് തന്നെ ഇരിക്കണം. പക്ഷേ അതുപോലെ ജീവിതത്തിൽ എയർ പോക്കറ്റ് ഉണ്ട്. ചില സമയത്ത് ദൈവത്തെ ഒന്നും ഫീൽ ചെയ്യാത്ത ഭയങ്കര ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഒരു നടപടിയും ഉണ്ടാകണില്ലല്ലോ. ദൈവത്തെ ഫീൽ ചെയ്യാത്ത അവസ്ഥ. ഈ ദൈവത്തെ ഫീൽ ചെയ്യാത്ത അവസ്ഥയാണ് എയർ പോക്കറ്റ്. ഇവിടെയാണ് മനുഷ്യൻ തനി നിറം കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണിക്കുന്ന പെയിൻറ്റഡ് രൂപമാണ്. ഇങ്ങനെ ഉടമ്പടിയിൽ പോകുമ്പോൾ എല്ലാം കൃത്യമായിട്ടൊക്കെ ചെയ്തൊക്കെ പോണത് ഒരു പെയിൻറ്റഡ് രൂപമാണ്. നിങ്ങളുടെ തനിനിറമല്ല. തനിനിറം കാണിക്കണമെങ്കിൽ ദൈവം മാറി നിൽക്കണം. ജീവിതത്തിൽ ദൈവം മാറി നിൽക്കുന്ന കുറേ സമയങ്ങൾ എപ്പോഴും ഉണ്ടാകും. ഒരു പിടിയും തരാതെ ദൈവം മാറി നിൽക്കും. ദൈവം ഇല്ലാത്തതുപോലെ. ഞാൻ കൊച്ചുരസ്യയുടെ ചരിത്രം വായിച്ചപ്പോൾ കൊച്ചുരസ്യ പറഞ്ഞൊരു കഥ ഞാൻ എപ്പോഴും ഓർക്കും. ഞാൻ
ഈശോ എന്നെ കൈ പിടിച്ച് നടത്തും. എന്നിട്ട് കർത്താവ് ഇങ്ങനെ കുഞ്ഞാവൽ നീട്ടി തന്നിട്ട് കുഞ്ഞായ എന്നെ ഇങ്ങനെ കുഞ്ഞാവൽ തൂക്കി തൂക്കി നടത്തിയിട്ട് പെട്ടെന്ന് കൈ ഇങ്ങനെ വലിച്ചു കളയും. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോൾ ഈശോ പാത്തു നിന്ന് എന്നെ നോക്കിക്കൊണ്ടിരിക്കും, ഞാൻ ഒറ്റയ്ക്ക് നടക്കുന്നുണ്ടോ എന്ന്. എനിക്ക് ഭയങ്കര ഹൃദയസ്പർശമായിട്ട് തോന്നിയ സംഭവമാണ്. അത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വരേണ്ടതാണ്. നമ്മൾ തനിയെ നടക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ അമ്മമാരെപ്പോഴും നമുക്ക് 50 വയസ്സാകുമ്പോഴും കയ്യെ പിടിച്ച് നടത്തുക ഇല്ല. നമ്മൾ വിശ്വാസം തനിയെ നടക്കണം. അതുകൊണ്ട് ദൈവം ഇങ്ങനെ മാറി ആബ്സെൻസ് ഓഫ് ഗോഡ് എപ്പോഴും ഉണ്ടാകും. ആബ്സെൻസ് ഓഫ് ഗോഡ്, ദൈവം ഇല്ലെന്ന് നമുക്ക് തോന്നുന്ന കുറേ സമയങ്ങൾ, അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ വിജയം. ഈ ദൈവം ഇല്ലെന്ന് തോന്നണ സമയം, കാര്യം നമ്മുടെ വിഷയങ്ങൾ, രോഗങ്ങൾ, അതേസമയം നമ്മൾ നോക്കാൻ ആരുമില്ല, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ആരുമില്ല, നമ്മൾ മനസ്സിലാക്കാൻ ആരുമില്ല. നമ്മൾ മനസ്സിലാക്കുന്നവരെ എതിരെ മനസ്സിലാക്കും. നമ്മൾ എങ്ങനെ മനസ്സിലാക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതിന് ഓപ്പോസിറ്റായിട്ട് നമ്മളെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ദൈവം ഇല്ലെന്ന് തോന്നിപ്പോണത്. മനസ്സിലായില്ലേ? ഇതൊക്കെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളും കാലാവസ്ഥ ഭേദങ്ങളാണ്. ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞ സംഭവം ആധ്യാത്മിക ജീവിതത്തിൽ ഒരു പ്രതിഭാസമാണ്. ക്ലൈമറ്റ് ചേഞ്ച്. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ഉള്ളത് കൊണ്ടാണ് ശാന്തമാകുക, വെകിളി കാണിക്കരുത്, വെബരാളം കാണിക്കരുതെന്ന് ദൈവം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. ക്ലൈമറ്റ് ചേഞ്ച് കാലത്ത് ശാന്തമാകണം. പെട്ടെന്ന് ഇങ്ങനെ ഒരു ദൈവത്തെ പിടികിട്ടാതെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ പെട്ടെന്ന് ദേവാലയം വിട്ടുപോകാതിരിക്കണം. ദേവാലയം വിട്ടുപോകാതെ ദൈവത്തിൻ്റെ കൂടെ തന്നെ ഇരിക്കണം. ദൈവം ഈശോയുടെ ഏറ്റവും ഗംഭീര വിജയം. ഞാൻ ഇന്ന് കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവിനോടൊരു കാര്യം പറഞ്ഞു. ഞാൻ മറന്നു പോകാതിരിക്കാൻ വേണ്ടി എഴുതിയിടാൻ വേണ്ടി പോയപ്പോൾ സ്വർഗ്ഗസ്ഥനായ പിതാവിവിടെ പ്രാർത്ഥിച്ച് തീർന്നു. ഞാൻ എന്താ എഴുതിയിട്ടെന്നറിയാമോ? അതായത് കർത്താവ് അവസാനം പറഞ്ഞില്ലേ, ഏലോയ് ലാമ സബക്താനി എന്ന് പറയുമ്പോൾ താഴെ നിൽക്കുന്നവന്മാർ കിങ്കരന്മാരെന്താ പറയണത്? ഏലിയാനെ വിളിക്കണം, വെള്ളം കൊടുത്തേക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ ഈശോ പറയണ കാര്യങ്ങളൊന്നും അവർക്ക് മനസ്സിലാവണില്ല. ദൈവവചനങ്ങളൊന്നും അവർക്ക് മനസ്സിലാകണില്ല. ദൈവവചനം അറിയാൻ പാലാത്ത പേക്രാണികളുടെ ഇടക്ക് നിന്നുകൊണ്ട് മരിക്കാതെ വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ മരണമുണ്ടാകും. യേശുവിൻ്റെ മരണത്തിൻ്റെ പീഡാനുഭവത്തിൻ്റെ അവസാനത്തെ ഘട്ടമെന്നൊക്കെ പറയുന്നത് വല്ലാത്തൊരു ഘട്ടമാണ്. വിശ്വാസമില്ലാത്ത ജനത്തിൻ്റെ നടുക്ക് നിന്ന് മരിക്കുക എന്നുള്ളത്. അവിടെ അമ്മ മാത്രമേ ഉള്ളൂ യേശുവിനെ. വിശ്വാസമില്ലാത്ത ഇടത്ത് നിന്നുകൊണ്ട് തൻ്റെ ദൗത്യം പൂർത്തിയാക്കി പിതാവിൻ്റെ ഇടയ്ക്ക് പോകുമ്പോൾ തൻ്റെ ദൗത്യം പൂർത്തിയാക്കി ആ വിശ്വാസമില്ലാത്ത ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന മറ്റൊരാളാണ് മാതൃക. ഇതാ നിൻ്റെ അമ്മ. കൈയടിച്ച് കർത്താവ് അത് കഴിഞ്ഞിട്ട് ഈശോ പറയുന്നൊരു വാക്കുണ്ട്. എന്താണ്? പിതാവേ, അവർ ചെയ്യുന്നത് എന്താണെന്ന് അവരറിയുന്നില്ല, അവരോട് ക്ഷമിക്കണമേ. അപ്പോൾ ഇത് നമ്മളെയൊക്കെ ഇപ്പം ഇത്രയും നാളൊക്കെ പറഞ്ഞിരിക്കുന്നത് മുഴുവനും എന്താ പറഞ്ഞിരിക്കുന്നത്? ഈശോയുടെ ക്ഷമയുടെ ഒരു പരിഹാരം, ഒരു മാതൃകയായിട്ടാണ് പറയണത്. ഇതൊന്നും വല്ല കേസെന്നായി എന്ന് പറഞ്ഞത് ഈശോ കുർബാനയുടെ സമയത്ത് പറഞ്ഞത്. അതൊന്നും വല്ല കാര്യം. ക്ഷമിക്കാൻ ആർക്കും കഴിയും? അതല്ല പ്രശ്നം. അതായത് അണ്ടർസ്റ്റാൻഡിങ് ലവ്. അതായത് ഇപ്പം ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന അണ്ടർസ്റ്റാൻഡിങ് ലവ് ആണെന്നാണ് പറയണത്. അത് മനസ്സിലാക്കുന്ന സ്നേഹം, നമ്മളെ വെറുക്കുന്നവരെ മനസ്സിലാക്കുന്ന ഒരു സ്നേഹമുണ്ട്. ജീസസ് ഇങ്ങനെ വളർന്ന് ദൈവസ്നേഹത്തിൻ്റെ അവസാന തന്മാത്രകൾ നമ്മൾ കാണുകയാണ്. ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ടുള്ള ഒരു മോളിക്യൂൾസാണ് കാണുന്നത്. എന്താണ്? അണ്ടർസ്റ്റാൻഡിങ് ലവ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ലവ്. അല്ലെങ്കിൽ ഈശോ അണ്ടർസ്റ്റാൻഡിങ് ലവിൻ്റെ ആളാണ്. അവർ ഗോതമ്പ് തിരുമ്മി തിന്നപ്പോൾ നാട്ടുകാർ വന്ന് ഈശ്വരൻ്റെ കഴുത്തെ കയറിയപ്പോൾ ഈശോ പറഞ്ഞ് അത് കഥയൊന്നുമില്ല. ദാവീദ് അനുചരന്മാരും ഒക്കെ വിശന്നപ്പോൾ മനുഷ്യൻ പല കാര്യങ്ങളും ചെയ്യും, അതൊന്നും പാപത്തിൽ കൂട്ടണ്ടെന്ന് പറഞ്ഞു. എന്തൊരു വർത്തമാനമാണ് പറഞ്ഞത്! വിശക്കുമ്പോഴേ മനുഷ്യൻ പല കാര്യങ്ങളും ചെയ്യും, അതൊന്നും പാപത്തിൻ്റെ പട്ടികപ്പെടുത്തേണ്ടെന്ന്. എന്നിട്ട് പിന്നെ ഈശോ എന്നോട് പറഞ്ഞത് ആന്തരിക സൗഖ്യം ആണ് അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഏറ്റവും വലിയ സൗഖ്യം എന്ന് പറഞ്ഞത്. അപ്പോൾ അണ്ടർസ്റ്റാൻഡിങ്, ആന്തരിക സൗഖ്യം വന്നതിന് ശേഷമാണല്ല ആൾക്കാർക്ക് അണ്ടർസ്റ്റാൻഡിങ് കൂടിയത്. നിങ്ങൾക്ക് ആന്തരിക സൗഖ്യം എന്താണെന്ന് അറിയാമെന്ന് അറിയത്തില്ല. ആന്തരിക സൗഖ്യ കാലത്താണ് ഇപ്പോൾ ഒരു മനുഷ്യൻ, അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖേന വിശുദ്ധീകരിക്കപ്പെടുന്നു. അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖേന വിശുദ്ധീകരിക്കപ്പെടുന്നു. അവിശ്വാസിയായ ഭാര്യ ഭർത്താവ് മുഖേന വിശുദ്ധീകരിക്കപ്പെടുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ്? വിശുദ്ധീകരിക്കുകയാണ്. അതേ ചിലപ്പോൾ എന്തു ചെയ്യും? നിൻ്റെ ഭർത്താവിനെ അവിശ്വാസിയാക്കും. അതൊക്കെ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. നിൻ്റെ ഭർത്താവ് പള്ളിയിൽ പോകുന്നില്ല, നിൻ്റെ ഭർത്താവ് നിൻ്റെ ഒരു രീതി അനുസരിച്ചിട്ട് പെരുമാറുന്നില്ല, നിൻ്റെ താല്പര്യം അനുസരിച്ച് പെരുമാറുന്നില്ല, നിൻ്റെ ഭാര്യ നിനക്ക് അനുസരണ വിധേയമായിട്ട് പെരുമാറുന്നില്ല എന്ന് വെച്ചാൽ ദൈവം എൻ്റെ ഭാര്യ എന്നോട് മര്യാദയ്ക്ക് പെരുമാറണില്ല കർത്താവ്, അവളോടൊന്ന് മര്യാദയ്ക്ക് നേരെയാകാൻ പറഞ്ഞാൽ കർത്താവ് എൻ്റെ ഒരു കേൾവിയുടെ രീതി വേറെയാണ്. പണ്ട് എന്താ പറഞ്ഞത്?
അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖേന വിശുദ്ധീകരിക്കപ്പെടുന്നു, അവിശ്വാസിയായ ഭാര്യ ഭർത്താവ് മുഖേന വിശുദ്ധീകരിക്കപ്പെടുന്നു. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരാൾക്ക് ഇരയായിട്ടുള്ള ആൾ കള്ളുകുടിയനാണ്, ആൾ വള്ളിയിൽ പോകണില്ല, കുടുംബപ്രാർത്ഥന നോക്കണില്ല, എന്നെ തല്ലിക്കണമെന്നൊക്കെ പറഞ്ഞാൽ കർത്താവ് എന്താ പറയുന്നത് അറിയാമോ? അവനൊന്ന് മനസ്സാന്തപ്പെടുത്താൻ പറഞ്ഞാൽ കർത്താവ് പെട്ടെന്ന് ആ പ്രാർത്ഥന കേൾക്കത്തില്ല. കാരണം എന്താ കാര്യം? കർത്താവിൻ ലക്ഷ്യം നിൻ്റെ വിശുദ്ധീകരണമാണ്. പിടിയിട്ടില്ല, ഇനിയെങ്കിലും ഓർക്കണം, നിൻ്റെ വിശുദ്ധീകരണമാണ്. അവൻ ദൈവം ട്രാൻസ്പോർട്ട് ചെയ്യണത് അവനിവിടെ അവൻ കള്ളുകുടിയാനല്ലാത്തതായിട്ട് മാറിയാൽ നിനക്കെന്താ പറ്റണത്? ഒരു സാരിയ കമ്മല കൂടുതൽ മേടിക്കുക, അത്രേ ഉള്ളൂ. അതിട്ടുകൊണ്ട് ഇത്ര നാൾ നീ നടക്കും, അവൻ ചാകണ വരെ നീ ചാകണ വരെ നടക്കും അല്ലേ? ആദ്യം നിങ്ങൾക്കറിയാം, ഞങ്ങളൊക്കെ മരിക്കണ എത്ര മരിപ്പെടുത്തിലുള്ള ആളാണ് ഞാൻ. അതല്ല, എന്തുമാത്രം 1700ഓളം മരിപ്പെന്ന് ഞാൻ എപ്പോഴും പറയും. പക്ഷേ ഞാനൊരു 2000-ഓളം ആൾക്കാർക്ക് ഈ കുർബാന കൊടുക്കത്തത് അവസാനം മരിക്കാൻ നേരത്ത്. നമ്മൾ ഇന്ന് കുർബാന കൊടുക്കുന്ന ആളിന് നാളെ വിളിച്ചുകൊണ്ട് കുർബാന കൊടുക്കും. പക്ഷേ നമ്മളുണ്ട് ഇന്ന് കുർബാന കൊടുത്ത ആളിൻ്റെ കഴുത്തേലും കാലിലും കമ്മലും മാല ഉണ്ടാവും, നാളെ കുർബാന കൊടുക്കാൻ ചെല്ലുമ്പോൾ കാണാനില്ല. മക്കളടിച്ച് മാറ്റിയാണ്, ഒറ്റ ദിവസം കൊണ്ട് അവരടിച്ച് മാറ്റി. അവർക്ക് അമ്മ ചാവുമെന്നറിയാം, ഇത്രയേ ഉള്ളൂ മക്കളെ, കെട്ടിപ്പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഒറ്റ ദിവസം കൊണ്ട് അവളാട്ടിയൊക്കെ എല്ലാം മാലയും കമ്മലൊക്കെ അടിച്ചു മാറ്റിയില്ലേ? ഇത്രയേ ഉള്ളൂ കാര്യം. മൂത്തവൾ അടിക്കുമെന്ന് ഇളയവൾക്ക് സംശയം, ഇളയവൾ അടിക്കുമെന്ന് അവൾ നടുവത്ത് സംശയം. ഇനി അവർ തപ്പി നോക്കി ആര്യമ്മ എല്ലാം കാലിലും കഴുത്തിലും മാറിക്കഴിയുമ്പോൾ പിന്നെ അരഞ്ഞാനും തപ്പി ഉടുകുടിയും കൊണ്ടുപോകും. ഇതല്ലേ സംഭവം, ഇത്രയേ ഉള്ളു സംഭവം. നിൻ്റെ ഭർത്താവ് വെള്ളം അടിക്കാതിരുന്ന നിനക്കൊരു കമ്മല മാല കൂടുതൽ മേടിക്കാം. എത്ര നാൾ ഇടാൻ പറ്റും? ഈശോമാരി ഔസേപ്പത്തിന് വിളിക്കണമെമ്പോൾ തന്നെ നമ്മുടെ കമ്പനി കൊണ്ട് മക്കൾ പോയി. ഇപ്പോൾ വരാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ കാണത്തില്ല, അടക്കത്തിനെ വരത്തുള്ളൂ പാർട്ടി. ഇത്രയേ ഉള്ളൂ ജീവിതം. ദൈവത്തെ മുറുകെ പിടിക്കണം, ഇതിലൊന്നൊരു കഥയുമില്ല. നിങ്ങൾ ദൈവം എങ്ങനെ കാണുന്നത്? ദൈവം നോക്കണം. മാർത്ത പറഞ്ഞ് അവളോട് വന്ന് എന്നെ സഹായിക്കാൻ പറ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ എന്ത് മാർത്ത നീ പോയി സഹായിക്കാൻ പറഞ്ഞാൽ പറയത്തില്ല. ദൈവത്തിൻ്റെ ഒരു കുഴപ്പമുള്ള വെച്ച് കഴിഞ്ഞാൽ നാം പറയുന്നവൻ്റെ അപ്പുറമല്ല പ്രാർത്ഥനയിലെ കേൾക്കണത്, പറയാത്തവൻ്റെ പ്രാർത്ഥന കേൾക്കണത്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മാർത്ത ഈശോയോട് പറഞ്ഞ് മറിയം നിൻ്റെ കൂടെ തന്നെ ഇരുന്ന് വായിക്കണുണ്ടല്ലേ, അവളോട് വന്ന് എന്നെ സഹായിക്കാൻ പറ. അപ്പോഴേ ഈശോ മറിയത്തിനോടെല്ലാം ഒന്നും പറഞ്ഞില്ല. നീ പോയി സഹായിക്കാൻ പറഞ്ഞില്ല. എന്ത് പറഞ്ഞ്? മാർത്ത നീ ചെയ്യാനുള്ള ജോലി പെട്ടെന്ന് ചമ്മന്തി അരച്ചിട്ട് മര്യാദക്ക് വന്ന് ഇവിടെ വന്ന് കൂടെ ഇരുന്ന് അവൾ ചെയ്യണ പോലെ ചെയ്യാൻ പറഞ്ഞു. പണിയായില്ല, വല്ല പണിയാണ്. പ്രാർത്ഥിക്കുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ പണിയാവും. കാര്യം എന്താണ്? ദൈവത്തോടാണ് നീ പ്രാർത്ഥിക്കണത്, മനുഷ്യനോടല്ല. അത് തന്നെയാണ് പറയണത്. ഭർത്താവ് വെള്ളമടിക്കാനാണ് തോന്നിവാസിയാണ്, വേറെ പെണ്ണുങ്ങളെ തോണ്ടണവരാണെന്ന് പറയുമ്പോൾ നിന്നോട് പറയുന്നത് എന്താണ്? അവൻ്റെ തോണ്ടലൊക്കെ ഉണ്ട്, അത് എനിക്കറിയാം. നീ എന്നെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ല. നീ കണ്ണു മുമ്പ് ഞാൻ കണ്ട, നീ ഇപ്പോഴേ കണ്ടുപിടിച്ചത്, ഞാൻ നേരത്തെ കണ്ടുപിടിച്ചെന്ന് പറയാം. അത് ശരിയല്ലേ സംഭവം? പക്ഷേ അവൻ്റെ അവിശ്വസ്തയുടെ കൂടെ നീ വിശ്വസ്തയോട് ജീവിക്കുന്നത് നിന്റെ കൂതാശയോട് നീ കാണിക്കുന്ന ആത്മാർത്ഥയാണ്. കൈയടിച്ച് കർത്താവോടെ അപ്പോൾ വാഗ്ദാനം പ്രാപിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നെന്താണ്? സംശയം, വ്യഗ്രത മാറ്റുക. അതിനുള്ള നടപടിക്രമം എന്താണ്? യോശുവ മോശസ് വിട്ടുപോകുന്നാലും കൂടാരം വിട്ടുപോകാതെ ആരെപ്പോലെ നിൽക്കണം? അന്നയെപ്പോലെ നിൽക്കണം. അന്ന എന്താ ചെയ്തത്? പിന്നെ ഒരു കാര്യമുണ്ട്, കൂടാരത്തിൽ തന്നെ വസിച്ചതുകൊണ്ട് നിങ്ങളെ ഭൂമി മുഴുവൻ വെട്ടിപ്പിടിക്കാൻ നോക്കണ്ട. അങ്ങനെ പിന്നെ മിണ്ടാമഠത്തിലിരിക്കുന്ന ആൾക്കാർക്ക് സഭയിൽ കന്യാസിമാർക്ക് വേറെ പണിയൊന്നും വേണ്ടല്ലോ, മിണ്ടാമഠത്തിൽ പോയി ചേർന്നാൽ മതിയില്ല. ഇത് കഴിഞ്ഞിട്ടൊരു പണിയുണ്ട്, അത് വായിച്ചാൽ മോളെ. ലൂക്ക 2:38. കൂടാരത്തിൽ തന്നെ വസിച്ച അന്ന പിന്നെ എന്താ ചെയ്തതെന്ന് നോക്ക്. അവൾ അപ്പോൾ തന്നെ മുമ്പോട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ജെറുസലേമിൽ രക്ഷ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന എല്ലാവരോടും ശിശുവിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. അതാണ് കൃപാസനം പത്രം കൊടുത്തുകൊണ്ട് നിങ്ങൾ ചെയ്യണത്. മനസ്സിലായ? ഉപവാസം കൊണ്ട്, പ്രാർത്ഥനയുണ്ട്, വചനാധ്യക്ഷ ജീവിതമുണ്ട്, പ്രേക്ഷിത പ്രവർത്തനമുണ്ട്. അന്ന കർത്താവിൻ്റെ കൂടെ വസിച്ചു, വചനം കേട്ടു, ഉപവസിച്ചു, പ്രാർത്ഥിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം പറയും ഫോർ വാട്ട്, എന്തിനു വേണ്ടി ചെയ്തു എന്ന് ചോദിച്ചാൽ പറയണം. എന്തിനാണ്? അത്രയും ബലം അവൾ പ്രാപിച്ചു. തിരിച്ചു വന്നിട്ട് ജെറുസലേമിൽ കർത്താവിൻ്റെ രക്ഷ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന എല്ലാവരോടും, ആരോട് പറഞ്ഞു? എല്ലാ ജനങ്ങളോടുമാണ്. എല്ലാവരോടും യേശുവിനെക്കുറിച്ച് പറഞ്ഞു. സുവിശേഷം കൈമാറാൻ വേണ്ടിയാണ് നീ ഉപവസിക്കേണ്ടത്, സുവിശേഷം കൈമാറാൻ വേണ്ടിയാണ് നീ പ്രാർത്ഥിക്കേണ്ടത്. ഇപ്പോൾ 8 നോയമ്പ് വരികയാണ്, എല്ലാവരും ഭയങ്കര പ്രാർത്ഥനയാണ്. 8 നോയമ്പിന് ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ പോകണം അല്ലേ? എല്ലാത്തിൻ്റെയും വിഷയം എന്താണ്? മകളെ കെട്ടിക്കണേ, വിസ വരണമേ, മകൾ പ്രസവിക്കണമേ, വീട് വെക്കണമേ, സ്ഥലം മേടിക്കണേ, ഓലക്കപ്പിണ്ണാക്ക്. തീർന്നില്ലേ? പിശാച് ദൈവത്തിൻ്റെ എല്ലാ പദ്ധതികളും അട്ടിമറിച്ചിരിക്കുന്നു. വയറ്റിപ്പഴുപ്പ് മാത്രമായി ആധ്യാത്മികത അധപ്പതിച്ചിരിക്കുന്നു. തീർന്നില്ലേ? ഇതല്ല വിഷയം. എന്തിനാണ് ആത്മബലം പ്രാപിക്കണം? എന്തിനാണ് ആത്മബലം പ്രാപിക്കണത്? കർത്താവിനെ കൈമാറാൻ. ആരെ കണ്ടാലും
നിന്റെ ആത്മാവിൽ അഭിഷേകം ഉണ്ടാകണം. എന്താണ്? എൻ്റെ കർത്താവ് കുരിശിൽ തൂങ്ങി മരിച്ച് പാപത്തിന് പരിഹാരം ചെയ്തത് നിനക്ക് വേണ്ടി കൂടിയാണ്. നിന്റെ കൂടി വീണ്ടെടുത്തവനാണ് അവൻ. അവൻ നിനക്ക് വേണ്ടി വില കൊടുത്തിരിക്കുന്നു. അവനിൽ വിശ്വസിച്ചുകൊണ്ട് നീ യേശുവിന്റെ നിത്യരക്ഷ പ്രാപിക്കുക. കൈ അടിച്ച് കർത്താവ് ശ്രുതിക്കുമ്പോഴൊക്കെ എൻ്റെ മക്കളെ അടിപ്പട പോലെ ഇതാക്കള ദൈവികമായ കരുത്ത്, കൃപ, അമ്മമാതാവിൻ്റെ മധ്യസ്ഥതയിലെ വിശുദ്ധന്മാരുടെ നിത്യമധ്യസ്ഥതയിലെ നമ്മളിലേക്ക് ആവശ്യിച്ചുകൊണ്ട് ദൈവം നമ്മളിൽ അംഗീകാരം മുദ്ര ചാർത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ നാമത്തിൽ ഉടമ്പടിയെ സ്വീകരിക്കുന്ന വലിയ തീജ്വാലകളെ അഭിഷേകമായി ലഭിക്കാൻ, അതിലൂടെ നമ്മൾ സൗഖ്യപ്പെടാൻ വേണ്ടി സൗഖ്യം ഇല്ലാത്ത എല്ലാ സ്ഥലങ്ങളിലും കൈകൾ വെച്ചുകൊണ്ട് അതിശക്തമായി സ്തുതിക്കട്ടെ. ശരീരത്തിൽ സൗഖ്യമില്ലാത്ത എല്ലാ സ്ഥലങ്ങളിലും നിങ്ങളുടെ കൈകൾ വെച്ചുകൊണ്ട് അതിശക്തമായി സ്തുതിക്കട്ടെ. നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. മാർഗരോഗങ്ങള്, സ്ഥിരവേദികള് ദൈവനാമത്തില് മാറിപ്പോകട്ടെ. കിഡ്നി രോഗങ്ങള്, പല രോഗങ്ങള്, ഹൃദയ രോഗങ്ങള്, ക്യാൻസർ രോഗങ്ങള് കർത്താവേദിന്റെ ഉൾക്കട നോക്കുന്ന വിശുദ്ധമായ രക്തത്താൽ ഓരോ മക്കളുടെയും അടിമുടി കർത്താവേ അത് കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തില് മാർഗരോഗങ്ങള് മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഇങ്ങനെ മക്കളെ, നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് നമ്മൾ ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയങ്ങൾ ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കള് ഒത്തിരി വിഷയം, വീട്, ജോലി, വിവാഹം, വിദ്യാഭ്യാസം, കുടുംബ ഭദ്രത, അങ്ങനെ മറ്റ് വ്യത്യസ്തമായ മേഖലകളിലെ വെച്ചിരിക്കുന്ന വിഷയങ്ങളെ നിങ്ങളെ മനസ്സിൽ ഓർത്ത് ജീവിത പ്രശ്നങ്ങളുണ്ടാവും. സാങ്കേതിക കുരുക്കുകൾ, ജയിലകപ്പെട്ടവര്, വിദേശത്തുനിന്ന് ഫോൺ പോലും എടുക്കാതിരിക്കാത്തവർ, വിളിക്കാത്തവരുണ്ട്, വരാത്തവരുണ്ട്, കാണാത്തവരുണ്ട്, പുറപ്പെട്ടു പോയവരുണ്ട്, നഷ്ടപ്പെട്ടു പോയ സാധനങ്ങളുണ്ട്, വസ്തുക്കളുണ്ട്, കിട്ടാത്ത കടങ്ങളുണ്ട്. അങ്ങനെ എന്തെല്ലാം സങ്കടങ്ങളാണ്, ഭയങ്ങളുണ്ട്. അധ്വാനിക്കുന്നവനെ, ഭാരം വഹിക്കുന്നവനെ എൻ്റെ അടുക്ക് വരാൻ യേശു മാത്രമേ മനുഷ്യരാശിയോട് പറഞ്ഞിട്ടുള്ളെങ്കിൽ നിന്റെ വിഷയങ്ങളുടെ മേൽ ദൈവം തീരുമാനമുണ്ടാക്കാൻ പോകുന്നു. ശ്രദ്ധിക്കട്ടെ.